നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രസാദ് എന്നെ വിളിച്ചു. പ്രസാദ് നല്ല ഡ്രൈവറാണ്. എനിക്ക് ലൂസിയയിൽ വെച്ച് തിരുവനന്തപുരമല്ല, എറണാകുളം ലൂസിയയിൽ പലപ്പോഴും പോകുമ്പോൾ അവിടുത്തെ ഒരു വിശ്വസ്തനായിരുന്നു. ഞാൻ എൻ്റെ ഭൗതിക ജീവിതമൊക്കെ വിട്ടുകഴിഞ്ഞ് കുറേ കാലം ആത്മീയമായിട്ടൊക്കെ സഞ്ചരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കർണൂൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആന്ധ്രയിൽ. ഈ കർണൂലിൽ എൻ്റെ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പ്രശസ്തി എന്താണെന്ന് പറഞ്ഞാൽ വനപ്രദേശമാണ്. ആ വനത്തിൽ നിന്ന് ആ വനപ്രദേശത്ത് നമ്മളൊരു 9 കിലോമീറ്റർ നടക്കണം. നടന്ന് ഘോര വനമാണ്. വെള്ളക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും മരങ്ങളും ഒക്കെയുള്ള ഒരു പാറക്കെട്ട് പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ നടന്ന് ഒരു 2800 പടിയങ്ങാണ്ടുണ്ട്. ഒരു പടി കയറി മുകളിൽ ചെല്ലുമ്പം അവിടെ ഒരു സ്തംഭമുണ്ട്, ഒരു സ്തൂപം. അവിടെയാണ് നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഭിത്തിയാണത്. അതാണ് സങ്കല്പം. എൻ്റെ താഴെ പ്രഹ്ലാദനെ എഴുതി പഠിപ്പിച്ച വരികളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ പോയി. പിന്നെ ടീച്ചറുമായിട്ട് പിന്നെ 2 പ്രാവശ്യം പോയി, പലരുമായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഒരിക്കൽ പ്രസാദുമായിട്ട് പോവുകയാണ്. ആ പ്രസാദിനെ കൊണ്ട് ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വനത്തിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് ഒരു ഭാഗത്തെത്തുമ്പോൾ ഒരു നായി നമ്മളെ കൂടെ വന്നു. നിങ്ങൾ ആ ഫോട്ടോ കണ്ടോളൂ. അത് പ്രസാദ് എടുത്ത ഫോട്ടോയാണ്. ഈ നായ ഈ 9 കിലോമീറ്റർ നടന്ന് ഈ 2800 പടിയും കയറി അവിടെ ഈ മുകളിലെത്തുമ്പോൾ അവിടെ നരസിംഹം കൈ കഴുകിയ ഒരു കുളമുണ്ട്. അതെപ്പോഴും അടച്ചിട്ടേക്കും. പിന്നെ അതിൻ്റെ മുകളിലൊരു പൂജാരിയൊക്കെ ഉണ്ട്. വളരെ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് കർണൂൽ, ആന്ധ്രാപ്രദേശത്തിലെ വനപ്രദേശം. പ്രത്യേകിച്ചൊരു സ്ഥലമാണ്. ഞാൻ ഈ വൃത്തങ്കര ഉപാസകനായതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനുണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പൊട്ടിപ്പിളർന്ന് 9 അങ്ങാണ്ടാണ് വീട്, 9 or 11 അങ്ങാണ്ടാണ്. അവിടെ എല്ലാം നമുക്ക് പോകേണ്ടി വരും. ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകണം. ഈ പിളർന്ന് വീണ സ്ഥലം അവിടെ എല്ലാം നമ്മൾക്ക് പോകണം. ഈ നരസിംഹം ജ്വലിച്ചു വന്ന സ്ഥലമാണ്. അലറിക്കൊണ്ട് ജ്വലിച്ചപ്പോൾ ഈ സ്തൂപം പിളർന്നു പോയി എന്നാണ് പറയുന്നത്. പ്രഹ്ലാദൻ ഇങ്ങനെ തൊഴുതു നിന്നു. ഹിരണ്യകശിപുവിനെ കൊന്ന സ്ഥലമാണ്. അങ്ങനെ അമ്പലങ്ങളുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടായത്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പോയപ്പോൾ ഞാനും പ്രസാദ് കൂടെ ഇങ്ങനെ പോവുകയാണ്. പോയി വഴി എത്തിയപ്പം ഈ ഡ്രൈവർക്ക് പഴയ ഒരു വണ്ടിയാണ്. വണ്ടി പിടിച്ചാൽ പോവുക. കുറേ ദൂരം വണ്ടിയിൽ പോവാം. ആ വനപ്രദേശം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ വണ്ടിയിൽ പോയി. ഇപ്പോൾ പെട്ടെന്ന് ഇയാൾക്കൊരു ഫോൺ വന്നു, ഈ ഡ്രൈവർക്ക്. ഈ ഫോൺ വന്നിട്ട് പ്രസാദ് മുമ്പിൽ, ഞാൻ പുറകിലിരിക്കുവാണ്. പഴയ ഒരു വണ്ടിയാണ്. അയാൾ എന്തോ തെലുങ്കിൽ സംസാരിച്ചിട്ട് കുറച്ച് ദൂരം വണ്ടി ഒതുക്കി നിർത്തിയിട്ട് പറഞ്ഞു, സാറേ ഇനി പോകില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു പിടിയില്ലാത്ത സ്ഥലം, സന്ധ്യ കഴിഞ്ഞുള്ള, സന്ധ്യ ആയിട്ടില്ല, പക്ഷേ വനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള സ്ഥലം, ഉച്ച കഴിഞ്ഞുള്ള സമയം. എങ്ങനെ അവിടെ ചെന്ന് പറ്റും, എങ്ങനെയാണെന്ന് ഒരു ധാരണയില്ല. അയാൾ പൈസയും മേടിച്ചിട്ട് പുള്ളി വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയി. എന്ത് കാരണമെന്ന് നമുക്കറിഞ്ഞൂടാ. ഞാനും പ്രസാദും വഴിയിൽപ്പെട്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പുറകിൽ ആരും ഇങ്ങനെ നടന്നു വരുന്ന ശബ്ദം കേട്ടു, ഒരു കിതപ്പും കേട്ടു. ഞാൻ പ്രസാദിനോട് പറഞ്ഞു, സ്വാമി പുറകിൽ ആരോ ഉണ്ട്. ഞാൻ പറഞ്ഞു, തിരിഞ്ഞ് നോക്കണ്ട. ഈ സംഭവം ഇത് പറയാനുള്ള കാരണം പ്രസാദ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഈ കഥ ഇത് ഓർത്തത്. സ്വാമി ഇതൊന്ന് പറയണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിഞ്ഞ് നോക്കണ്ടെന്ന്. കുറേ ദൂരം ഇപ്പോൾ അവിടെ ഒരു ഇവരുടെ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ ഓഫീസ് കണ്ടപ്പം ഞങ്ങൾ ചോദിച്ചു. അവർ പെട്ടെന്ന് മുറിക്കകത്തോട്ട് നമ്മളെ കയറ്റിയതിന് ശേഷം പറഞ്ഞു, എന്താണ് അവിടെ ഒരു പുലി ഇറങ്ങിയിട്ട് 2 പേരെ കൊന്നിട്ട് ഇറങ്ങി നടക്കുകയാണ്, മനുഷ്യൻ അങ്ങോട്ട് പോകില്ല, അതുകൊണ്ടാണ് ഡ്രൈവർ തിരിച്ചു പോയത്. എന്തായാലും നമ്മളെ പുറകിൽ വന്നത് പുലിയാണെന്നും ആ കിതപ്പ് കേട്ടത് പുലിയുടെ കിതപ്പാണെന്നും നമ്മൾ വിചാരിക്കുന്നു. ഞാൻ നോക്കാത്തതുകൊണ്ടത് അറിയാൻ പറ്റില്ല. എന്തായാലും അവിടെ നമ്മൾ കരകയറി. അവിടെ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഈ ഒരു നായ, നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടല്ലോ, ആ ഒരു നായ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരികയാണ്. അത് 2000 പടികൾ കടന്ന് ഇതാ മുകളിലെ പ്രദേശത്ത് വരെ വന്നു. നമ്മുടെ ഈ പൂജാരി ഇരിക്കുന്ന സ്ഥലം വരെ വന്നു. ഞാനവിടെ ഈ കൈയൊക്കെ കഴുകി അവിടെ ജപമൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചു വന്നത്. നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് ആന്ധ്രയിലെ കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു പ്രത്യേക സ്ഥലമാണ്. നമ്മളത് നടന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടും. അത് ഞാനൊരു 3-4 തവണ ഇവിടെ പോയിട്ടുണ്ട്.
നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരിക്കൽ യാതൊരു ദൈവഹിത അവിടെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമ്പോൾ കഴിയുന്നതും ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഒരിക്കൽ ഞാനൊരു ഫാമിലിയായിട്ട് ഞാനും ടീച്ചറോട് പോകുമ്പോൾ ഒരു ഫാമിലിയായിട്ട് നമ്മുടെ കൂടെ കൂട്ടി അവരെ കൂട്ടി പോകുമ്പോൾ അവിടെ പയ്യന് ജോലിയില്ല, പിന്നെ ആ മകളും മരുമകനും ഒക്കെ ഉണ്ട്. ഈ മകനാണെങ്കിൽ ഒരു ജോലിക്കും പോവില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൻ എപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടുമോ സ്വാമി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആ ജോലി ദോഷങ്ങളുണ്ട്, ഞാൻ പരിഹാരമൊക്കെ ചെയ്തു കൊടുത്തു. പരിഹാരമൊന്നും എല്ലാത്തിനും പരിഹാരമല്ലല്ലോ. പരിഹാരം ഇവർക്ക് ഗുണം ചെയ്തെങ്കിലും അവർക്ക് ഗുണം ചെയ്തില്ല. അവിടെ ഒരു മൃത്യു സംഭവിച്ചു, മരണം. ഈ മരണത്തെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചറിനോട് മാത്രം പറഞ്ഞു, ഇവിടെ നമ്മളെ ഒപ്പം വന്ന ഒരാളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾക്കൊരു മരണം സംഭവിക്കും. കാരണം അത് പറയാനുള്ളതിൻ്റെ കാരണം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞുകൂടെ ഞാൻ പെട്ടെന്ന് എൻ്റെ കാലൊരു കുഴിക്കകത്തേക്ക് അങ്ങ് പോയി, ഒരു പാലത്തിൻ്റെ കാലിങ്ങനെ കീറിപ്പോയി രണ്ടായിട്ട്. നാല് വനപ്രദേശമാണ്, ഒരു തുണി പോലും കിട്ടത്തില്ല, ഒരു മരുന്ന് പോലും കിട്ടത്തില്ല. അതാണ് ചില ഹിതമല്ലാത്ത, നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ പോകുന്നതിന് വ്യക്തിപരമായി എതിരാണ്. ക്ഷേത്രങ്ങളിൽ പലതും പലതാണ്. പല പൂർവ്വജന്മങ്ങളും എടുക്കുമ്പോൾ ഇതൊന്നും ഒരുമിച്ച് പോകാൻ യാത്ര ചെയ്യാൻ പാടുള്ളതല്ല. ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, ഞാനതിന് വ്യക്തിപരമായി ഇപ്പോൾ തലൈക്കാവേരി പോയി കുളിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരണം. ഇല്ലെങ്കിൽ ഒറ്റ ക്ഷേത്രത്തിൽ പോകാം, കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് സർപ്പസംസ്കാര പൂജ ചെയ്യാം. മൂകാംബികയിൽ ഒരുമിച്ച് പോവുക, ശബരിമല ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോവുക. ഇതെല്ലാം തന്നെ അപകടകരമാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമാണേ. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാടൻകൊല്ലി എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്, മലയാള മനോരമയിൽ വന്നത്. ഈ നോവലിൻ്റെ കഥ ഞാൻ പൈസ കൊടുക്കുമ്പം അവർ 4-5 പ്രൊഡ്യൂസർമാരുണ്ട്, ഇതുകൊണ്ട് ഒരിക്കലും മൂകാംബികയിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. അപകടമുണ്ടായി. എത്രയോ ക്ഷേത്ര ദർശനങ്ങൾ കഴിയുമ്പോൾ അപകടം ഉണ്ടാകുന്നത് എന്താണ്? ചില ക്ഷേത്രങ്ങളിൽ നീ പൂർവ്വജന്മം അനുസരിച്ച് നീ പൂർവ്വജന്മത്തിൽ എവിടെയായിരുന്നു, ആ പൂർവ്വജന്മ ദോഷങ്ങൾ നീ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്തത്, നീ ഈ സമയം ആ ക്ഷേത്രത്തിലേക്ക് വന്നാൽ നിനക്കൊപ്പം ഇരിക്കുന്നവർക്ക് അപകടമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെടുത്ത് പറഞ്ഞു, നിങ്ങൾ പിതൃക്കൾക്കുള്ള ബലികർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ട് വരൂ. ഞാനിന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ്? അത് ഞങ്ങൾ മൂകാംബികയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടമാണ്. ക്ഷേത്ര ദർശനം, തിരുപ്പതി ചുമ്മാ പോവുക, കുറേ പേരെല്ലാം കൂടെ ചേർന്ന് തിരുപ്പതി അമ്പലം, അങ്ങനെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പണം ഇട്ടിട്ട് ഒരാൾ തിരുപ്പതി ഭഗവാനെ പാർട്ണറാക്കുന്നു, പണം ഉണ്ടാക്കുന്നു. ഇതൊക്കെ 3-ാം തലമുറയിൽ അനുഭവിക്കാൻ പറ്റുന്നതാണ്. ദൈവത്തിന് എന്തിനാണ് പണം? തിരുപ്പതി ഭഗവാനെ പാർട്ണറാക്കണത് എന്തിനാണ്? മനുഷ്യനല്ലേ പാർട്ണറാകുള്ളൂ, ദൈവം പാർട്ണറല്ല. ദൈവം എന്ന് പറയുന്നതൊരു സാങ്കല്പിക ചൈതന്യ ശക്തിയാണ്. മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ഋഷിമാരിൽ നിന്ന് പകർന്നു കിട്ടിയ ചില വിശ്വാസ പ്രമാണങ്ങളിൽ മനുഷ്യന് മുറുകെ പിടിക്കാനുള്ളതാണ്. വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരുത്തൻ വെള്ളത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വക്കോൽ തുരുമ്പ് കണ്ടാൽ അതിൽ പിടിക്കും. കാരണം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് മുങ്ങിത്താഴും, അതിൻ്റെ വിധി അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും ദൈവത്തിനെ ഒരുപാട് വിളിച്ചാൽ ദൈവം നീ എന്നാൽ ഒരു പരീക്ഷണത്തിനൊക്കെ വിധേയമാകൂ, നീ ഒരെല്ലാ പരീക്ഷണവും കഴിഞ്ഞ് നീ വളരെ സക്സസ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. നമ്മുടെ ചിന്താധാരകൾക്കെല്ലാം കലിയുഗത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ നിരന്തരം പോയി എന്ന് വിചാരിച്ചോ, കർമ്മങ്ങൾക്ക് ശുദ്ധിയില്ലാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങളും ക്ഷേത്രത്തെ പൂജാരിമാർക്കൊക്കെ ഇഷ്ടം പോലെ പൈസയൊക്കെ വാരി വിതറി കുറേ പൂജകളൊക്കെ നടത്തി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല, സംഭവിക്കില്ല, ദോഷങ്ങളെ സംഭവിക്കുകയുള്ളൂ. ക്ഷേത്രങ്ങൾ തരുന്ന നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ദൈവികമായ ശക്തികൾക്കും ഒരു ശക്തിയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു പരിപാവനമായ ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഈ ശബരിമല ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ശക്തികളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? എന്തായാലും ഗുരുവായൂരിലേക്കൊന്നും അത് പടർന്നു കയറിയില്ല. ഞാനിത് പറയേണ്ട കാര്യമില്ലല്ലോ. കാലഹരണപ്പെട്ടു പോയി ആ വാർത്തകളൊക്കെ. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്ര പൂജാരിമാരും ക്ഷേത്ര പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. അമ്പലങ്ങളിൽ ചെല്ല്, വെറുതെ കുരിച്ചീർത്തി ഇടിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? പെറ്റ തള്ളയെ തല്ലിയിട്ട് അമ്പലത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? അച്ഛൻ്റെ ചെകിട്ടത്തടിച്ചിട്ട് പൈസ താണോ അച്ഛാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട് അച്ഛനെ ചെകിട്ടത്ത് 2 എണ്ണം കൊടുത്തിട്ട് അച്ഛനെ 4 തെറിയും വിളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം?
മനുഷ്യൻ്റെ വിശ്വാസ പ്രമാണങ്ങളും മനുഷ്യൻ്റെ ജീവിത രീതികളും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ ഇന്നലെ വരെ എങ്ങനെയാണ് ജീവിച്ചത്, ഇനി എനിക്ക് അങ്ങോട്ട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്, ഇന്നലെ വരെ ജീവിച്ചതിൽ ഞാൻ പഠിച്ച പാഠം എന്താണ്, എങ്ങനെയാണ് എനിക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയുക, ദൈവം എന്നെ രക്ഷിക്കും. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിൻ്റെ കർമ്മത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ രക്ഷയെല്ലാം തന്നെ. കർമ്മശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ദൈവം രക്ഷപ്പെടുത്തത്തില്ല. സമയം ഗുണമാവുമ്പോൾ ഒരു മാറ്റമുണ്ടാകാം. ആ മാറ്റം പ്രയോജനപ്പെടണമെങ്കിൽ നിൻ്റെ കർമ്മശുദ്ധി തന്നെ വേണം. കർമ്മം ശുദ്ധിയില്ലാത്തടത്തൊരു മാറ്റമുണ്ടാകും. പക്ഷേ അതൊന്നും അങ്ങനെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പിന്നീട് ദോഷകരമായി വരാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിന് അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവത്തിനെ മുറുകെ പിടിക്കുക. ഞാനിപ്പോൾ കണ്ടില്ലേ 250 പല കയറി കണ്ണൂരിലെ പോയി ഇപ്പോൾ 2800 പടിയും കയറി മോളിൽ ചെന്നപ്പം കാടിറങ്ങി ആൾക്കാരെ കൊന്ന് പുലിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് ബാക്കിയുള്ളതും കൂടെ ജീവിതത്തിൽ ഇനിയും കൂടെ ഇത്രയും നീ അനുഭവിച്ചുള്ളൂ, നീ ബാക്കിയൂടെ അനുഭവിച്ച് തീരാനുള്ളതാണ്. അവിടെ വെച്ച് പുലി പിടിച്ചുകൊണ്ടോ കപട സന്യാസി ഒരു ആത്മഹത്യ എഴുതൂല, നോവുകൂടലും എഴുതൂല, ഈ 46 പുസ്തകങ്ങളും എഴുതൂല. അപ്പോൾ ഇതെല്ലാം എഴുതി തീർക്കാനും ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം നിനക്കുള്ളത് കൊണ്ടാണ് നിന്നെ ദൈവം വെറുതെ വിട്ടത്. നീ ബാക്കിയോട് അനുഭവിച്ച് തീർക്കൂ. ഇത് അനുഭവിച്ച് തീർത്തില്ലെങ്കിൽ ഇനിയും നിനക്ക് വരാൻ പോകുന്ന ഒരുപാട് ഈ വരും ജന്മങ്ങളിൽ അനുഭവിച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഈ ജന്മങ്ങളിലുള്ളത് നീ ഈ ജന്മം തന്നെ തീർക്കൂ. അപ്പം കർമ്മം എന്ന് പറയുന്നതിനകത്ത് വലിയ ഒരു നമ്മൾ ഏത് കർമ്മത്തെക്കുറിച്ചുണ്ടായാലും ഞാൻ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാം. ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചിന്തിക്കണേ, എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും. നിനക്ക് ദൈവവിശ്വാസമുണ്ടോ? അല്ല, അപ്പോൾ ജ്യോതിഷന്മാരെടുത്ത് വേണ്ടി ഞാൻ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ പണം ഉണ്ടാക്കണം, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ജ്യോതിഷം പറയും ദൈവാധീനം കുറവുണ്ട്, ഇങ്ങനൊരു പരിഹാരം ചെയ്തോളൂ. അങ്ങനെ ഒരു പരിഹാരം ചെയ്തിട്ട് ബിസിനസ് ഉണ്ടാക്കാൻ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിനക്ക് അനുഭവയോഗമുണ്ടോ? ഈ കർമ്മം കൊണ്ട് നിനക്ക് അനുഭവയോഗമുണ്ടോ? ഈ കർമ്മം ചെയ്താൽ നിനക്കുള്ള ഈ യോഗമുണ്ടെങ്കിൽ മാത്രമേ നീ ആ കർമ്മം ചെയ്യാനുള്ളൂ. ആ കർമ്മത്തിൻ്റെ ബലം വേണമെങ്കിൽ നീ ഈശ്വര ഭജന വേണം. ഈശ്വര ഭജന എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ലളിതസഹസ്രമോ വിഷ്ണു സഹസ്രമോ വായിച്ചാൽ പോരാ. ഈശ്വര, ഞാൻ ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയുമാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം. എൻ്റെ അധ്വാനത്തിനനുസരിച്ചിട്ടുള്ളതെല്ലാം ഈശ്വരൻ എനിക്ക് തരണം. എനിക്ക് മറ്റാരുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആ അന്ധത ഞാൻ കാണുന്ന ഒരു പ്രകാശത്തിലൂടെ ഞാൻ ഈശ്വരനെ പ്രകാശമായി കാണുന്നു. ആ മുമ്പിലുള്ള എൻ്റെ അന്ധത ഈ പ്രകാശം കടത്തിവിട്ട് എൻ്റെ മുമ്പിലോട്ട് വഴി നയിക്കണമേ. അല്ലാതെ മറ്റവനെ കൂടെ പഞ്ചിച്ചിട്ടുള്ള കുറേ പണവും കൂടെ എൻ്റെ കയ്യിൽ വന്നാൽ അതും കൂടെ അവൻ അറിയാതിരിക്കട്ടെ. നമുക്കൊരാളെ പറ്റിക്കാൻ വളരെ എളുപ്പമില്ലേ? ഒരാളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ വഞ്ചിക്കപ്പെടുന്ന പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം കാലം തെളിയിക്കേണ്ടതാണ്, അല്ലേ? ഇപ്പം തന്നെ ശബരിമല തന്ത്രി 2 കോടി രൂപ കൊണ്ടിട്ട് ഇട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പം ആൻ്റണിയെക്കുറിച്ചുള്ള എന്തൊരു വാർത്ത വന്നേക്കണു. ആ വഞ്ചിക്കപ്പെട്ട അദ്ദേഹം തന്നെ പറയുന്നു, എന്താണ്, എൻ്റെ നായയുടെ വന്ന് 2 കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി, എനിക്ക് തിരിച്ചു തന്നില്ല എന്ന് പൈസ ഇട്ട ആൾ തന്നെ പറയുന്നു. രണ്ട് അവസ്ഥയാണ്, കണ്ടില്ലേ? ശബരിമല തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് പറയുന്നു. അത് പണം കൊടുത്തവന് പരാതിയില്ല, വാങ്ങിച്ചവനും പരാതിയില്ല, കൊടുത്തവനും പരാതിയില്ല. അത് പരാതിക്കില്ലാതെ കളയാം. പക്ഷേ ആൻ്റണി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇലക്ഷൻ സമയത്ത് പോയി 2-2.5 കോടി രൂപ അയാളെ നിന്ന് മേടിച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാതെ അയാളുടെ കമ്പനി പൊളിഞ്ഞുപോയി. ഇവരാണ് ആദർശങ്ങളും അങ്ങനെ പറയുന്നത്. അത് അന്നത്തെ കാലത്ത് ഇപ്പോൾ വെള്ള ഷർട്ട് കാതറിട്ടുണ്ടോ, വെള്ളം വെളുപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിൻ്റെ വെളുപ്പ് വേണം. മനസ്സ് കറുത്തു പോയിരുന്ന വല്ല കാര്യമുണ്ടോ? അയാളുടെ ഫണ്ടേ പൊളിഞ്ഞുപോയി. അദ്ദേഹം പരസ്യമായി ഇന്ന് TV യിൽ പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹവും ഭാര്യയും മക്കളെല്ലാം കൂടെ വന്ന് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനി പൊളിയുന്നതിന് മുമ്പ് എനിക്ക് അയാളുടെ നാട്ടുകാരെ പറ്റിക്കുകയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കമ്പനി പൊളിയാൻ തുടങ്ങുമ്പോൾ ഈ പണം 2 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയിട്ട് പരമാവധി കാല് പിടിച്ചപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്തു. ഇവരാണ് ജനപ്രതിനിധികൾ. ഇത്തരം ജനപ്രതിനിധികളുടെ ഇടയിലാണ് സാധാരണപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ സുഖദുഃഖങ്ങളെയെല്ലാം തലോടിക്കൊണ്ട് അവനെ നന്മ വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ ലോകത്താണ്. ആ കലിയുഗത്തിലെ ഏറ്റവും കപടത കറിഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ഈശ്വരൻ്റെ സാന്നിധ്യവും ശക്തിയും ഉണ്ട്. നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ്? ഇതേപോലുള്ളത് വെട്ടിത്തുറന്ന് പറയുമ്പോൾ അല്ലേ? അയാളിന്ന് TV യുടെ മുമ്പിൽ ഞാൻ കണ്ടതാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ആൻ്റണി വന്ന് ഇത്രയും പൈസ മേടിച്ചു, ശബരിമല തന്ത്രിയായിട്ട് ബന്ധമില്ല, ശബരിമല തന്ത്രിക്ക് പരാതിയില്ല, പക്ഷേ SIT പറയണു പൈസ ഇട്ടിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, രേഖകളില്ലാത്തതിന് വേണ്ട. ശൂന്യതയിൽ നിന്ന് നമ്മൾ ഭസ്മം എടുക്കണ പോലെയാണ്. ശൂന്യതയിൽ നിന്ന് ഭസ്മം ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയാം, എന്തുവേണമെങ്കിലും പറയാം. ഇത്തരം കാര്യങ്ങളാണ് ഈ കപടമായ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ണൂരിലേക്ക് നടന്നു പോകുമ്പോൾ
പോകുമ്പോൾ പിന്നിൽ വന്ന പുലി, എന്നെ പുലി പിടിച്ച് കൊന്നാലും ആന ചവിട്ടി കൊന്നാലും ആരും ചോദിക്കാനില്ലാത്തൊരു കാലമാണ്. ഇന്ന് കുറച്ച് DNA പ്രേക്ഷകരെങ്കിലും ഉണ്ട്. സുനിൽ സ്വാമി 7 മണിക്ക് വന്നില്ല, എവിടെയാണ് ഒന്ന് അന്വേഷിക്കുന്ന കുറേ പേരുണ്ട്. മറ്റത് ആരുമില്ല. പുലി കൊന്നാൽ നമ്മൾ ആ പഴയ ബാഗ് ഒരു വടിയും മാത്രം കാണും. നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ഭൈരവൻ്റെ കൂടെ നടക്കുന്നത്? രണ്ടാമത് ഞാൻ ടീച്ചറോട് പോയപ്പോഴും ഒരു വെളുത്ത ഭൈരവൻ, അതിൻ്റെ ഒരു കാൽ ഒടിഞ്ഞതായിരുന്നു. അത് ഈ 2000 പടിയും കയറി മുകളിൽ വന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ശക്തികൾ മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ വിശ്വസിപ്പിക്കാനെന്ന് ശ്രമിച്ചാൽ ഇത് ഈ യുക്തിവാദികൾ കണ്ടില്ലേ എന്ത് പറയും? സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്, സ്വാമിമാർ പറയുന്നതെല്ലാം വെറുതെയാണ്, മാജിക്കുകാരിങ്ങനെ കാണിക്കുന്നതെല്ലാം വളരെ സത്യമാണ്, ബാക്കിയൊക്കെ സത്യമാണ്. ഇതെല്ലാം സ്വാമി വേഷം കെട്ടിയിരിക്കുന്നവരൊക്കെ സ്വാമി വേഷം കെട്ടികൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് എത്രയോ പേര് എന്തൊക്കെ ചെയ്യുന്നു? അവർക്കൊക്കെ എങ്ങനെയാണ് പണമുണ്ടാക്കേണ്ടത്? എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഒരാളെ ബലി കൊടുത്ത് എന്തെങ്കിലും നേടാൻ പറ്റുന്നൊരു കാലമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരാളെ കൊന്നിട്ട് ഒരാൾക്ക് മറ്റെന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് പറഞ്ഞു? എല്ലാം കാരാഗൃഹവാസമല്ലേ? എത്രയോ സ്ത്രീകളാണ് ചെല്ലുന്നത്. ഭർത്താവുള്ളപ്പോൾ തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിട്ട് ഭർത്താവിനെ കൊന്നുകളയുന്ന വാർത്തകൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന കണ്ടില്ലേ? ഇവർക്കൊക്കെ ഒന്ന് ചിന്താധാരകളില്ലേ? ഈശ്വരൻ എന്നൊരു പ്രപഞ്ചശക്തി ഇതൊക്കെ കാണുമെന്നുള്ളതില്ലേ? എല്ലാ മനുഷ്യൻ്റെ പ്രവൃത്തികളും ഇതുവഴി ഒരു എറുമ്പ് ഇഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ നിശ്ചയമാണ്. ഈശ്വരൻ അതിൻ്റെ നിശ്ചയം കൊണ്ടാണ് ഒരു എറുമ്പ് ഇഴഞ്ഞു പോകുമ്പോൾ നിന്റെ പാദത്തിൻ്റെ ചലനം ബലമേറ്റ് അത് നശിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് നാശം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പൂർവ്വജന്മമായിട്ട് അതിനും ബന്ധമുണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആത്മീയതയ്ക്കകത്ത്. ഒരാളെ നമ്മുടെ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഒരാളെ അടിച്ചേൽപ്പിക്കാനോ വിശ്വസിപ്പിക്കാനോ പറ്റില്ല. നിനക്ക് ദൈവം എന്ന് പറയുന്ന ശക്തിയെ വിശ്വസിക്കാതിരിക്കാം. നിൻ്റെ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ ഒരു പ്രപഞ്ചത്തിലെ ഒരു ശക്തി നിന്നെ സഹായിക്കും. അതിനെ ഈശ്വരൻ എന്ന് പറയാം. ദുഃഖമാണ്, ഞാൻ ഡെയിലി കേൾക്കുന്നില്ല ഓരോരുത്തരുടെ ദുഃഖങ്ങൾ, പരിഹാരമില്ലാത്ത ദുഃഖങ്ങൾ. എന്ത് പാപം ചെയ്തിട്ടാണ് സ്വാമി ഞാനിതെല്ലാം അനുഭവിക്കുന്നത്? എനിക്കൊരു ഭർത്താവുണ്ട്, കുടിയനാണ്. കുടിച്ച് എൻ്റെ വീട് വരെ പണയം വെച്ചിട്ട് മരിച്ചു. ഇപ്പോൾ എനിക്കത് എടുക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ അതുവരെ കുടിക്കാതിരുന്ന എൻ്റെ മകൻ വീണ്ടും കുടി തുടങ്ങി. ഇവൻ്റെ അച്ഛൻ്റെ പ്രേത സ്വാധീനം കൊണ്ടാണോ സ്വാമി ഇവൻ വീണ്ടും കുടിക്കുന്നത്? ഇതിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ? എങ്ങനെ രക്ഷപ്പെടുത്താൻ? മദ്യവും മയക്കുമരുന്നുമുള്ള ഒരു മകനെയും രക്ഷിക്കാൻ പറ്റൂല. അവൻ പഠിക്കൂല, അവന് എല്ലാം പൊടിയും ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികളുടെ ഒരു ദുഃഖ ദുരിതങ്ങളാണ് ഞാൻ പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സാന്നിധ്യം, അത് നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്? തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ഈ തൂണിലും തുരുമ്പിലും എവിടെയോ പ്രപഞ്ചത്തിൻ്റെ എവിടൊക്കെയാണോ നിനക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളത്, എവിടെയാണോ നിനക്ക് ചിന്തിക്കാൻ കഴിവുള്ളത്, എവിടെയാണ് നിനക്ക് നന്മയുടെ അംശമുള്ളത്, അവിടെ എല്ലാം തന്നെ ഭഗവത് സാന്നിധ്യം ഉണ്ടാകും. നീ ഒരമ്പലങ്ങളിലും പോയില്ലെങ്കിലും ഒന്നും ജപിച്ചില്ലെങ്കിലും നിൻ്റെ കർമ്മത്തിന് ശുദ്ധിയുണ്ടായി മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ, മറ്റുള്ളവരെ ദോഷപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. സുഖകരമായിട്ടുള്ള ഉറക്കമുള്ളവനാണ് സമ്പന്നൻ. ശാന്തമായ മനസ്സുള്ളവനാണ് സമ്പന്നൻ. ശാന്തമായ മനസ്സും ശാന്തമായ കർമ്മവും സംഘർഷങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാകാൻ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുകയല്ല വേണ്ടത്. നിൻ്റെ കർമ്മം എന്താണ്? ആ കർമ്മത്തിൻ്റെ ഞാൻ എന്ത് കർമ്മമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കർമ്മം ആരെങ്കിലും ദോഷപ്പെടുത്തുന്നുണ്ടോ? നാളെ എനിക്കത് ദോഷമാകുമോ? എനിക്ക് സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാനുള്ള മാർഗം എന്താണ്? ആ മാർഗം എന്താണെന്ന് സ്വയം കണ്ടെത്തിക്കൊണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇന്നലെ വരെ ചെയ്ത് തെറ്റായിരുന്നു, അത് തിരുത്തി ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൂടെ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, എന്നെ വിളിക്കുന്ന നല്ല ഭാഗവും പൂജകൾ ചെയ്തു, പരിഹാരക്രിയകൾ ചെയ്തു, ഇന്ന ക്ഷേത്രങ്ങളിൽ പോയി ഇന്നതൊക്കെ ചെയ്തിട്ടും എനിക്ക് മാറ്റമില്ല. ജ്യോതിഷ പണ്ഡിതന്മാരും സ്വാമിയെ പോലുള്ളവർ പറഞ്ഞതൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഞാൻ ദുഃഖത്തിലാണ് സ്വാമി. അപ്പോൾ ഞാൻ അവരോടൊരു കാര്യം പറയും, എന്താണ്? നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കണില്ലേ? ഒരു പക്ഷേ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ആയുസ്സിൻ്റെ ബലം. ദൈവമുണ്ടോ ഇല്ലയോ? പൂജകൾക്ക് ബലമുണ്ടോ? ശക്തിയുണ്ടോ? പൂജാരിക്ക് ബലമുണ്ടോ? ഇതെല്ലാം രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ മുറുകെ പിടിക്കൂ. ഒരു നല്ല സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്കർമ്മങ്ങൾ ചെയ്യുക. ഏത് അച്ഛനമ്മമാരെ സൃഷ്ടിച്ച അച്ഛനമ്മമാരെ സ്നേഹിക്കുക. വേണ്ട മറ്റുള്ളവരെ കൊണ്ട് ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരോട് ദയ ഉണ്ടാകുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യമില്ല, ഒരു പൂജാരിയും ജ്യോത്സ്യനെയും സ്വാമിയും കാണേണ്ട ആവശ്യമില്ല. നമുക്കൊരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ കർമ്മങ്ങളിൽ വിശ്വസിക്കൂ. ആ
അങ്ങനെ കർമ്മങ്ങളിലൂടെ വിശ്വസിച്ച് മുമ്പിലോട്ട് പോയാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പിതൃദോഷങ്ങൾ, മരിച്ചവരുടെ ദോഷങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണം. ഇപ്പോൾ രാമേശ്വരത്ത് പോയി ബലികർമ്മങ്ങൾ ചെയ്യുക, തിരുവണ്ണാമലയിൽ പോയി ഒന്ന് നടക്കുക, ഈ തന്ത്രശാസ്ത്രത്തിൽ തന്നെ ധൂമാവതി ഹോമം ചെയ്ത് പിതൃക്കൾക്ക് അന്നദാനം കൊടുത്ത് ലയിപ്പിക്കുക, കാക്കയെ സാന്നിധ്യമായിട്ട് കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഹൈന്ദവതയിലെന്നല്ല എല്ലാ മനുഷ്യർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.